വെൽക്കം ബാക്ക്. +1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൊളാരിറ്റി ഓഫ് ബോണ്ട്സ്, അയോണിക് ബോണ്ടിലും അതുപോലെ കോവലൻ്റ് ബോണ്ടിലും ഡെവലപ്പ് ചെയ്യുന്ന പൊളാരിറ്റി, അതേക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ബോണ്ടിങ്ങിൻ്റെ നെക്സ്റ്റ് തിയറി, എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറി ഓഫ് ബോണ്ടിങ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ഷേപ്പ് ഓഫ് മോളിക്യൂൾസ്. നമ്മൾ കോസൽ ലൂയിസ് അപ്രോച്ച് പഠിച്ചു. അതുപയോഗിച്ച് ബോണ്ടിങ് അല്ലെങ്കിൽ ആറ്റംസ് എങ്ങനെ ബോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കത് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദി ഷേപ്പ് ഓഫ് മോളിക്യൂൾസ്. സിഗ്വിക് ആൻഡ് പവൽ ഇൻ 1940 proposed a new theory to explain the shape of molecules. That is called VSEPR theory, valence shell electron pair repulsion theory. Valence shell electron pair repulsion theory. It is shortly called VSEPR theory. And this theory is based on the repulsive interaction of valence electron pairs in a molecule around the central atom in a molecule. And later this theory is modified by Nylom and Gillespie. മോളിക്കുലാർ ഷേപ്പ് അല്ലെങ്കിൽ മോളിക്കുലാർ ജോമെട്രി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തിയറിയാണ് VSEPR theory. Molecular shape or geometry is explained using VSEPR theory. Then we can study about the important postulates of VSEPR theory. തിയറിയുടെ പേരിൽ തന്നെയുണ്ട് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. So first postulate is shape of a molecule depends on valence electron pairs around the central atom. ഒരു പോളിയാറ്റോമിക് മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിലുള്ള വാലൻസ് ഇലക്ട്രോൺ പെയറിൻ്റെ നമ്പറിനെയാണ് അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ പെയറിനനുസരിച്ചാണ് മോളിക്കുലാർ ഷേപ്പ് വരിക. സോ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ പെയർസ് അറൗണ്ട് ദി സെൻട്രൽ ആറ്റം. ഇപ്പോൾ 2 ഇലക്ട്രോൺ പെയറുള്ള മോളിക്യൂൾസിന് ഒരു ജോമെട്രി ഉണ്ടാവും, 3 ഇലക്ട്രോൺ പെയർ, 4 ഇലക്ട്രോൺ പെയർ, അങ്ങനെ ഷേപ്പ് ഓഫ് മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ number of valence electron pairs around the central atom. And next point, this valence electron pairs are repelling each other since they are negatively charged. Electron എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. So these electron pairs are repelling each other, either lone pair or bond pair. These electron pairs are repelling each other. So how can it reduce repulsion? ഏത് മോളിക്യൂളിലും സ്റ്റേബിൾ ആവണമെങ്കിൽ അതിൻ്റെ റിപ്പൽഷൻ ഏറ്റവും മിനിമം ആയിരിക്കണം. റിപ്പൽഷൻ ഏറ്റവും കുറഞ്ഞതാണ് ഏറ്റവും എനർജി കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും സ്റ്റേബിളായ സ്റ്റേറ്റ്. സോ ദി വാലൻസ് ഇലക്ട്രോൺ പെയർസ് ആർ ഓൾവേസ് റിപ്പല്ലിങ് ഈച്ച് അതർ. ഇങ്ങനെ പരസ്പരം റിപ്പല് ചെയ്യുമ്പോൾ ആ റിപ്പൽഷൻ എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഇപ്പോൾ 2 ഇലക്ട്രോൺ പെയർസ് ഉണ്ട് സെൻട്രൽ ആറ്റത്തിൽ എന്ന് വിചാരിക്കുക, അത് പരസ്പരം റിപ്പല് ചെയ്യും. അപ്പോൾ റിപ്പൽഷൻ ഏറ്റവും കുറഞ്ഞ അവസ്ഥ എന്തായിരിക്കും? ആ ഇലക്ട്രോൺ പെയർസ് മാക്സിമം ഡിസ്റ്റൻസിൽ വെക്കുക, അല്ലേ? ആ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഉള്ള ഈ 2 ഇലക്ട്രോൺ പെയറിനെ മാക്സിമം ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ ആ റിപ്പൽഷൻ ഏറ്റവും കുറയ്ക്കാൻ പറ്റും. ഇലക്ട്രോൺ പെയർസ് പരസ്പരം റിപ്പൽ ചെയ്യും. ആൻഡ് ഇൻ ഓർഡർ ടു മിനിമൈസ് റിപ്പൽഷൻ ദിസ് ബാലൻസ് ഇലക്ട്രോൺ പെയർസ് ആർ അറേഞ്ച്ഡ് ആസ് ഫാർ അപ്പാർട്ട് ആസ് പോസിബിൾ, അല്ലെങ്കിൽ ദേ ആർ അറേഞ്ച്ഡ് അറ്റ് മാക്സിമം ഡിസ്റ്റൻസ്. അങ്ങനെ ബാലൻസ് ഇലക്ട്രോൺ പെയർസിനെ മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മോളിക്കുലാർ ഷേപ്പ് ഓർ ജോമെട്രി. So the third point is, in order to minimize repulsion, valence electron pairs are arranged at a maximum distance. That gives geometry of molecule. Valence electrons are, valence shell is considered as a sphere and the electron pairs are localized at a maximum distance to minimize repulsion. അങ്ങനെയാണ് VSEPR തിയറി അനുസരിച്ച് ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. അതിൻ്റെ വാലൻസ് ഷെല്ല് ഒരു സ്പിയറായിട്ട് അറേഞ്ച് ചെയ്യും. അതിലുള്ള ഇലക്ട്രോൺ പെയർസ് അതിൻ്റെ സ്പിയറിൻ്റെ സർഫസിൽ മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, ഇൻ VSEPR തിയറി എ മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് എ സിംഗിൾ ഇലക്ട്രോൺ പെയർ. 2 ആറ്റത്തിനിടയിലുള്ളത് സിംഗിൾ ബോണ്ട് ആണെങ്കിലും ഡബിൾ ബോണ്ട് ആണെങ്കിലും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ ഇലക്ട്രോൺ പെയർ. ഇറ്റ് ഈസ് കോൾഡ് എ സിംഗിൾ സൂപ്പർ പെയർ എന്ന് പറയും ഫോർ കൺസിഡറിങ് റിപ്പൽഷൻ. അപ്പം മൾട്ടിപ്പിൾ ബോണ്ടിനെയും ഒരു സിംഗിൾ ഇലക്ട്രോൺ പെയർ ആയിട്ടാണ്
VSEPR തിയറിയിൽ റിപ്പൽഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം രണ്ട് ആറ്റത്തിനിടയിലുള്ളത് ഏത് ടൈപ്പ് ബോണ്ടായിരുന്നാലും അതിനെ ഒരു സിംഗിൾ സൂപ്പർ പെയറായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇലക്ട്രോൺ പെയർസ് പരസ്പരം റിപ്പൽ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ദ റിപ്പൽസീവ് ഇൻറ്ററാക്ഷൻ ഈസ് ഡിഫറെൻറ്റ് ഫോർ ലോൺ പെയർസ് ആൻഡ് ബോണ്ട് പെയർസ്. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ലോൺ പെയർസ് വരാം, ബോണ്ട് പെയർസ് വരാം. ഷെയർ ചെയ്യപ്പെട്ട ഇലക്ട്രോൺ പെയറിനാണ് ബോണ്ട് പെയർ എന്ന് പറയാം. ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺ പെയറിന് നമ്മൾ എന്ത് പറയും? ലോൺ പെയർ എന്ന് പറയും. ആൻഡ് റിപ്പൽസീവ് മാഗ്നിറ്റ്യൂഡ് ഓഫ് റിപ്പൽസീവ് ഇൻറ്ററാക്ഷൻ ഈസ് ഡിഫറെൻറ്റ് ഫോർ ലോൺ പെയർസ് ആൻഡ് ബോണ്ട് പെയർസ്. ലോൺ പെയർ സെൻട്രൽ ആറ്റത്തിൽ മാത്രമായിട്ടാണ് നിൽക്കുക. ലോൺ പെയർ വേറൊരു ആറ്റത്തിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. ലോൺ പെയർ ഈസ് ഫോർ ദി സെൻട്രൽ ആറ്റം ഒള്ളി. വൈൽ ദി ബോണ്ട് പെയർ ഈസ് ബിറ്റ്വീൻ ദി സെൻട്രൽ ആറ്റം ആൻഡ് ബോണ്ടഡ് ആറ്റം. അല്ലേ, ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ രണ്ടാറ്റത്തിനിടയിലാണ് വരിക. ആ ഇലക്ട്രോൺ പെയർ രണ്ടാറ്റത്തിനിടയിൽ വരും. അതേസമയം ലോൺ പെയർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിൽ മാത്രമാണ്. സോ ഇറ്റ് റിക്വയർസ് മോർ സ്പേസ്. അല്ലെങ്കിൽ ലോൺ പെയർ എക്സ്പീരിയൻസ് ഗ്രേറ്റർ റിപ്പൽഷൻ. ഇറ്റ് ഓക്യുപ്പൈസ് മാക്സിമം ഡിസ്റ്റൻസ്. കാരണം ലോൺ പെയർ സെൻട്രൽ ആറ്റത്തിൽ മാത്രം വരുന്നത് കൊണ്ട് അതിന് കൂടുതൽ റിപ്പൽഷൻ ഉണ്ടാവും. സോ ഇറ്റ് ഓക്യുപ്പൈസ് അറ്റ് മാക്സിമം ഡിസ്റ്റൻസ്. ദെൻ ബോണ്ട് പെയർസ്. അങ്ങനെയാണ് റിപ്പൽസീവ് ഇൻറ്ററാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ ബിറ്റ്വീൻ ലോൺ പെയർസ്. റിപ്പൽസീവ് ഇൻറ്ററാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ലോൺ പെയർസ് LP റെപ്രസെൻറ്റ് ലോൺ പെയർസ്. ഇപ്പോൾ ലോൺ പെയറുകൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ ഉണ്ടാവുക. സെൻട്രൽ ആറ്റത്തിൽ ഒന്നിലധികം ലോൺ പെയർസ് ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള റിപ്പൽഷനാണ് ഏറ്റവും കൂടുതൽ. ദെൻ ലോൺ പെയറും ബോണ്ട് പെയറും. ലോൺ പെയർ, ബോണ്ട് പെയർ, റിപ്പൽഷൻ. ആൻഡ് ഏറ്റവും റിപ്പൽഷൻ കുറവ് ബോണ്ട് പെയേഴ്സിന് ഇടയിലാണ്. സോ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് റിപ്പൽസീവ് ഇൻറ്ററാക്ഷൻ ഇസ് ഡിഫറെൻറ്റ് ഫോർ ലോൺ പെയേഴ്സ് ആൻഡ് ബോണ്ട് പെയേഴ്സ്. ദാറ്റ് ഇസ് VSEPR തിയറി. അപ്പോൾ VSEPR തിയറിയുടെ കുറേ പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു. ഇത് വെച്ചിട്ടാണ് നമ്മൾ മോളിക്കുലാർ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. എന്തൊക്കെയാണ് പോയിൻറ്റ്സ്? ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ number of valence electron pairs around the central atom. Then these valence electron pairs are repelling each other since they are negatively charged. And third point, in order to minimize repulsion, these electron pairs are arranged at a maximum distance. According to VSEPR theory, the valence shell is considered as a sphere, and the valence electrons are localized on the spherical surface at maximum distance. That gives geometry of molecule. Then a multiple bond is treated as a single electron pair called single super pair while considering repulsion. Then repulsive interaction between lone pairs is maximum, that is greater than lone pair bond pair, that is greater than bond pair bond pair. അപ്പോൾ ഏറ്റവും റിപ്പൽഷൻ വരുന്നത് ലോൺ പെയർസിനിടയിലാണ്. ദെൻ നമ്മൾ റെസൊണൻസ് പഠിച്ചു. ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്, ഒരു മോളിക്യൂളിനെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നു. ആൻഡ് ആക്ച്വൽ സ്ട്രക്ചർ ഈസ് എ ഹൈബ്രിഡ് ഓഫ് ദി ഡിഫറെൻറ്റ് കോൺട്രിബ്യൂട്ടിംഗ് ഫോംസ്. അങ്ങനെ റെസൊണൻസ് മോളിക്യൂൾസിലും അല്ലെങ്കിൽ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിലും എന്താണ് ഈ VSEPR തിയറി ആപ്ലിക്കബിൾ ആണ്. ആ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സിലൊക്കെ നമുക്ക് VSEPR തിയറി അപ്ലൈ ചെയ്യാം മോളിക്കുലാർ ഷേപ്പിന് വേണ്ടി. സോ ദാറ്റ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് VSEPR തിയറി. Shape of molecule depends on number of valence electron pairs. Electron pairs are repelling each other, so they are arranged at a maximum distance. And multiple bond is treated as a single super pair. The magnitude of repulsive interaction is in the order lone pair, greater than lone pair, bond pair, that is greater than bond pair. And it is VSEPR theory is applicable to resonance structures. So we can study the shape of molecules using VSEPR theory. And it is convenient to divide the molecules into two categories. One is molecule having only bond pairs, and another is molecule with a bond pair and lone pair. അപ്പോൾ നമുക്ക് VSEPR തിയറി ഉപയോഗിച്ച് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പഠിക്കുമ്പോൾ മോളിക്യൂൾസിനെ രണ്ട് ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാമത്തതിൽ ബോണ്ട് പെയർസ് മാത്രമുള്ള മോളിക്യൂൾസ്. ആൻഡ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ വിത്ത് ബോണ്ട് പെയർസ് ആസ് വെൽ ആസ് ലോൺ പെയർസ്. ഞാൻ പറഞ്ഞു റിപ്പൽസീവ് ഇൻറ്ററാക്ഷൻ മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ലോൺ പെയർസ് വരുമ്പം അതിന് കൂടുതൽ റിപ്പൽഷൻ വരും. അങ്ങനെയാകുമ്പോൾ ഷേപ്പിൽ ചേഞ്ച് വരും. അപ്പോൾ നമുക്ക് ആദ്യം മോളിക്യൂൾ വിത്ത് ഒൺലി ബോണ്ട് പെയർസ് മാത്രമുള്ള മോളിക്യൂളിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം.
AB2 ടൈപ്പ് മോളിക്യൂൾസ് പറയാം. A is central atom and B is bonded atom that is bonded to A. അതായത് രണ്ട് ബി എയിലേക്ക് ലിങ്ക് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. AB2 ടൈപ്പ് മോളിക്യൂൾ. അപ്പോൾ ഇതിൽ രണ്ട് ബി ആറ്റം സെയിം ആയിട്ട് ബോണ്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഹാസ് 2 bond pairs. ദിസ് മോളിക്യൂൾ ഹാസ് എ 2 bond pairs only. അപ്പോൾ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 2 bond pairs മാത്രം വന്നാൽ ആ മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? എങ്ങനെ പറയാം? എത്ര ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇലക്ട്രോൺ പെയേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്. ഈ 2 ഇലക്ട്രോൺ പെയേഴ്സും പരസ്പരം റിപ്പൽ ചെയ്യും. അപ്പോൾ റിപ്പൽഷൻ ഏറ്റവും കുറയ്ക്കണമെങ്കിൽ അതെന്ത് ചെയ്യണം? ഏറ്റവും അകലത്തിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 2 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്. അത് മാക്സിമം ഡിസ്റ്റൻസിൽ വെച്ചാൽ എന്ത് കിട്ടും ഷേപ്പ്? സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 2 ഇലക്ട്രോൺ പെയറാണുള്ളത്. അത് മാക്സിമം ഡിസ്റ്റൻസിൽ വെച്ചാൽ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ കഴിയും? ഒരു ഇലക്ട്രോൺ പെയറിനെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അടുത്ത ഇലക്ട്രോൺ പെയറിനെ അറേഞ്ച് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ ഒരു ബോണ്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് അടുത്തത് അറേഞ്ച് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഇൻ എ ലീനിയർ അറേഞ്ച്മെൻറ്റ്. എയിലേക്ക് ബി ആറ്റംസ് ലീനിയർലി അറേഞ്ച് ചെയ്യാം. ഒരു ബി ഈ ഡയറക്ഷനിലാണെങ്കിൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് അടുത്ത ബി അറേഞ്ച് ചെയ്യാം. ഇതിൻ്റെ ആംഗിൾ എന്ത് വരും? ഈ ബോണ്ടഡ് പെയർസിനിടയിലുള്ള ആംഗിളിനാണ് നമ്മൾ ബോണ്ട് ആംഗിൾ എന്ന് പറയാം. ഇത് ഇവിടെ എത്ര വരും ആംഗിൾ? 180 degree. What is the shape? Shape is linear and bond angle is 180 degree. So molecule having only 2 bond pairs. The arrangement is AB2 type molecule and the shape is linear. This is an example of AB2 type molecule having only bond pairs around the central atom. Central atom bond pairs മാത്രം വരുന്ന example ബെറിലിയം ഫ്ലൂറൈഡ് BF2, ബെറിലിയം ക്ലോറൈഡ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. അതുപോലെ നമുക്ക് ഈ ഒരു ലീനിയർ ഷേപ്പ് വരുന്ന മോളിക്യൂളിന് എക്സാമ്പിൾ പറയാം കാർബൺ ഡൈ ഓക്സൈഡ് CO2. CO2ൽ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ അതിൻ്റെ ബോണ്ടിങ് എല്ലാം പഠിച്ചതാണ്. CO2ൽ കാർബൺ ഓക്സിജൻ, CO2 മോളിക്യൂളിൽ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ടാണ് വരിക. 2 ഓക്സിജനും കാർബണുമായിട്ട് ഡബിൾ ബോണ്ടിലൂടെയാണ് ലിങ്ക് ചെയ്യുക. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് എ സിംഗിൾ സൂപ്പർ പെയർ വൈൽ കൺസിഡറിങ് റിപ്പൽഷൻ. ഇഫ് ദി സെൻട്രൽ ആറ്റം ഹാസ് ഓൺലി 2 bond pairs then the shape is linear and bond angle is 180 degree. ഇനി നമുക്ക് അടുത്ത സെൻട്രൽ ആറ്റത്തിൽ 3 bond pairs വന്നാൽ എന്ത് ഷേപ്പ് വരും? സെൻട്രൽ ആറ്റത്തിൽ 3 bond pairs വന്നാൽ AB3 ടൈപ്പ് മോളിക്യൂൾ having 3 bond pairs. 3 bond pairs വന്നു കഴിഞ്ഞാൽ ഈ 3 bond pairsഉം പരസ്പരം റിപ്പൽ ചെയ്യും. അപ്പോൾ റിപ്പൽഷൻ ഏറ്റവും കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യാൻ കഴിയും? റിപ്പൽഷൻ ഏറ്റവും കുറയ്ക്കണമെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്യണം. അതിനുള്ള പോസിബിലിറ്റി എന്താണ്? 3 bond pairs സെൻട്രൽ ആറ്റത്തിന് ചുറ്റും അറേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിലേക്ക് അറേഞ്ച് ചെയ്യാം. സെൻട്രൽ ആറ്റം ട്രയാങ്കിളിൻ്റെ സെൻറ്ററിലും ബാക്കിയുള്ള 3 ബി ആറ്റംസ് അതിൻ്റെ കോർണേഴ്സിലേക്ക് ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിലേക്കും അറേഞ്ച് ചെയ്യാം. സോ വി ഗെറ്റ് എ ട്രയഗണൽ പ്ലാനാർ ജോമെട്രി. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എക്ക് ചുറ്റും 3 ബി ആറ്റംസ് ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിലേക്ക് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കോർണേഴ്സ് ജോയിൻ ചെയ്താൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. അത് ആംഗിൾ ബോണ്ട് ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ് ബോണ്ട് ആംഗിൾ. ഷേപ്പ് ഈസ് trigonal planar geometry. Shape is trigonal planar and bond angle is 120 degree. ഈ ടൈപ്പ് മോളിക്യൂളിന് എക്സാമ്പിൾ AB3 ടൈപ്പ് മോളിക്യൂളിന് എക്സാമ്പിൾ ആണ് BF3 having 3 bond pairs. ഏത് മോളിക്യൂളിലും 3 bond pairs മാത്രമാണ് വരുന്നതെങ്കിൽ എന്താണ് ജോമെട്രി? ട്രയഗണൽ പ്ലാനാർ ജോമെട്രി and bond angle is 120 degree. അടുത്തത് AB4 type molecule having 4 bond pairs. സെൻട്രൽ ആറ്റത്തിൽ 4 bond pairs വരും. എന്താണ് ഈ ടൈപ്പ് മോളിക്യൂളിലെ ഷേപ്പ് വരിക? ഈ 4 bond pairs പരസ്പരം റിപ്പൽ ചെയ്യും. അപ്പോൾ റിപ്പൽഷൻ ഏറ്റവും കുറയ്ക്കാൻ അതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നോൺ പ്ലാനാർ സ്ട്രക്ചർ ആണ്. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 4 bond pairs മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു നോൺ പ്ലാനാർ സ്ട്രക്ചർ കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് ടെട്രാഹീഡ്രൽ ജോമെട്രി. ഓർഗാനിക് മോളിക്യൂൾസിലൊക്കെയുള്ള ജോമെട്രിയാണ് ടെട്രാഹീഡ്രൽ ജോമെട്രി. ടെട്രാഹീഡ്രൽ എന്ന് പറയും.
That shape is called tetrahedral geometry. 4 bond pairs central atomത്തിന് ചുറ്റും 4 bond pairs വന്നാൽ കിട്ടുന്ന ജോമെട്രിയാണ് ടെട്രാഹീഡ്രൽ ജോമെട്രി എന്ന് പറയുക. ബോണ്ട് ആംഗിൾ ടെട്രാഹീഡ്രലിന്റെ ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രിയാണ് ടെട്രാഹീഡ്രൽ ആംഗിൾ. അപ്പോൾ 4 ബോണ്ട് പെയർസ് മാത്രം വരുന്ന മോളിക്യൂളിനെല്ലാം ഷേപ്പ് എന്താണ്? ടെട്രാഹീഡ്രൽ ഷേപ്പ് ആൻഡ് ബോണ്ട് ആംഗിൾ ഈസ് 109.5 ഡിഗ്രി. ഇനി അടുത്തത് നെക്സ്റ്റ് പോസിബിലിറ്റി 5 ബോണ്ട് പെയർസ് വരുന്ന ടൈപ്പ് മോളിക്യൂൾ, AB5 ടൈപ്പ് മോളിക്യൂൾ. 5 ബോണ്ട് പെയർസ്, സെൻട്രൽ ആറ്റം എ, അതിലേക്ക് 5 ബോണ്ട് പെയർസ്. അപ്പോൾ മൊത്തം 5 ബോണ്ട് പെയർസ് വരുന്നു. വാട്ട് അബൌട്ട് ദി ഷേപ്പ്? ഈ 5 ബോണ്ട് പെയർസും പരസ്പരം റിപ്പൽ ചെയ്യും. അപ്പോൾ അത് മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്താലാണ് നമുക്ക് മോളിക്കുലർ ഷേപ്പ് കിട്ടുക. അതിനുള്ള പോസിബിലിറ്റി that is called a trigonal bipyramidal geometry. That shape is called a trigonal bipyramidal shape. Trigonal bipyramidal shape. 5 ബോണ്ട് പെയർസ് വന്നാൽ കിട്ടുന്നത്. ഈ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി നോക്കുക. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 3 ബി ആറ്റംസ് ഒരു ട്രയാങ്കിളിന്റെ കോർണേഴ്സിലേക്ക് അറേഞ്ച് ചെയ്യും. നടുക്ക് ട്രയാങ്കിളിന്റെ സെന്ററിൽ എ വരും, അതിന്റെ ചുറ്റും അതിന്റെ 3 കോർണേഴ്സിലേക്കും ബി ആറ്റംസ് വരും. പിന്നെ എന്താണ് ബാക്കി 2 ബി ആറ്റംസ്? വൺ ഈസ് എബവ് ദി പ്ലെയിൻ ഓഫ് ട്രയാങ്കിൾ ആൻഡ് വൺ ഈസ് ബിലോ ദി പ്ലെയിൻ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ മുകളിലേക്കൊന്ന് താഴേക്കൊന്ന്. അപ്പോൾ സെന്ററിൽ ഒരു ട്രയാങ്കിള്, അതിന് മുകളിലേക്കൊരു ബി ആറ്റം, താഴേക്കൊരു ബി ആറ്റം. അപ്പോൾ ആ കോർണേഴ്സ് ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സും എന്താണ് മുകളിലേക്കുള്ള ബോണ്ടുമായിട്ട് ലിങ്ക് ചെയ്താൽ ഒരു പിരമിഡ് കിട്ടും. അതുപോലെ താഴേക്കും ഒരു പിരമിഡ്. ദാറ്റ് ഈസ് ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി. വാട്ട് അബൌട്ട് ബോണ്ട് ആംഗിൾ ഇൻ ട്രൈഗണൽ ബൈപിരമിഡ്സ്? 2 ടൈപ്പ് ബോണ്ട് ആംഗിൾ വരും ട്രൈഗണൽ ബൈപിരമിഡിന്. അതിൽ 120 ഡിഗ്രി ആംഗിൾസ്. ട്രയാങ്കിളിന്റെ കോർണേഴ്സിലേക്ക് വരുന്നത് എന്താണ്? 120 ഡിഗ്രി ആംഗിൾ ആണ് ട്രയാങ്കിളിന്റെ കോർണേഴ്സിൽ വരിക. പിന്നെ 2 90 ഡിഗ്രി ആംഗിൾസ് ഉണ്ട്. ട്രയാങ്കിളിന്റെ മുകളിലേക്കും താഴേക്കും വരുന്നത് 90 degree angles ആണ്. അപ്പോൾ 3 120 degree angles and 2 90 degree angles. That is trigonal bipyramidal geometry. അപ്പോൾ 5 ഇലക്ട്രോൺ പെയർ വരുന്ന 5 ബോണ്ട് പെയർസ് വരുന്ന ഏത് മോളിക്യൂളിന്റെയും ജോമെട്രി ട്രൈഗണൽ ബൈപിരമിഡ് ആണ്. അതിന്റെ ആംഗിള് 3 ട്രയാങ്കിളിന്റെ കോർണേഴ്സിൽ വരുന്ന ആംഗിള് 120 ഡിഗ്രി. അതുപോലെ എന്താണ് അതിന് പ്രിപ്പൻഡിക്കുലർ ആയിട്ട് ട്രയാങ്കിളിന് പ്രിപ്പൻഡിക്കുലർ ആയി 2 ബോണ്ട് ഉണ്ട്, അതിന്റെ ആംഗിള് 90 ഡിഗ്രി. These 3 120 degree angles, they are called equatorial bonds. ഈ 120 ഡിഗ്രി ആംഗിൾ ഉള്ള ബോണ്ടിന് എന്ത് പറയും? ഇക്വറ്റോറിയൽ ബോണ്ട് എന്ന് പറയും. 120 ഡിഗ്രി ബോണ്ട്സ് ആർ കോൾഡ് ഇക്വറ്റോറിയൽ ബോണ്ട്സ്. And 90 degree bonds are called axial bonds. Axial bonds. 120 degree angles bonds are called equatorial bonds. ട്രയാങ്കിളിലെ കോർണേഴ്സ് വരുന്ന ബോണ്ടിന് ഇക്വറ്റോറിയൽ ബോണ്ട് എന്നും അതിന് പെർപെൻഡിക്കുലർ ആയി വരുന്ന ബോണ്ടിന് ആക്സിയൽ ബോണ്ട് എന്നും പറയും. That is AB5 type molecule having 5 bond pairs. ഇനി അടുത്തത് AB6 type molecules having 6. ഈ AB5 type moleculeന് എക്സാമ്പിൾ പറഞ്ഞില്ല. AB5 എക്സാമ്പിൾ എന്താണ്? 5 ബോണ്ട് പെയർസ് മാത്രം വരുന്ന മോളിക്യൂളിന് എക്സാമ്പിൾ PCl5, ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്. ഫോസ്ഫറസിന് ചുറ്റും 5 ക്ലോറിൻ ആറ്റംസ് ബോണ്ട് ചെയ്ത് PCl5 molecule having 5 bond pairs. Then AB6 type molecule having 6 bond pairs around the central atom. And these 6 bond pairs are repelling each other. So in order to minimize repulsion, they are arranged at a maximum distance. And the geometry obtained is called octahedral geometry. AB6 geometry ആണ് octahedral geometry എന്ന് പറയുക. Octahedral and bond angle is 90 degree angle. AB6 type molecule having 6 bond pairs only. Then the geometry is octahedral and bond angle is 90 degree. നോക്കുക അവിടെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഇതിന് എക്സാമ്പിൾ octahedral geometryക്ക് എക്സാമ്പിൾ SF6 സൾഫർ ഹെക്സാഫ്ലൂറൈഡ് SF6. ഇവിടെ
അതിന് സ്ട്രക്ചറിൽ സെൻട്രൽ സൾഫർ ആറ്റം സെന്ററിലും അതിലേക്ക് 4 ഫ്ലൂറിൻ പ്ലാനാറായിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഒരു സ്ക്വയറിന്റെ കോർണേഴ്സിലേക്ക് 4 ഫ്ലൂറിൻ ആറ്റംസ് അറേഞ്ച് ചെയ്യുന്നു. സൾഫറും 4 ഫ്ലൂറിൻ ആറ്റവും ഒരേ പ്ലെയിനിലാണ്, ഒരു സ്ക്വയർ പ്ലാനാർ ഷേപ്പ് വരും. ഇനി അതിന് ബാക്കിയുള്ള 2 ഫ്ലൂറിൻ എങ്ങനെയാണ്? ആ സ്ക്വയറിന്റെ മുകളിലേക്കും താഴേക്കും ഓരോ ഫ്ലൂറിൻ ആറ്റംസ് ബോണ്ട് ചെയ്യും. അങ്ങനെയാണ് ഒക്ടാഹെഡ്രൽ ജോമെട്രി വരിക. ഇപ്പോൾ ഒരു സ്ക്വയർ, അതിന് മുകളിലേക്കൊരു ഫ്ലൂറിൻ, താഴേക്കും ഒരു ഫ്ലൂറിൻ. അപ്പോൾ ആ സ്ക്വയറിന്റെ മുകളിലേക്കും താഴേക്കും ഓരോ ഫ്ലൂറിൻ ആറ്റംസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഫോംസ് ഒക്ടാഹെഡ്രൽ ജോമെട്രി. ആൻഡ് ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. ഇതാണ് 6 ബോണ്ട് പെയർസ് വരുന്ന മോളിക്യൂളിനെല്ലാം ഈ ഒരു ഷേപ്പാണ് ഒക്ടാഹെഡ്രൽ ജോമെട്രി വിത്ത് 90 ഡിഗ്രി ആംഗിൾ. അപ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞ 5 ടൈപ്പ് മോളിക്യൂളിലും ബോണ്ട് പെയർസ് മാത്രമാണ് വരിക. അങ്ങനെ ബോണ്ട് പെയർസ് മാത്രം വന്നാൽ മോളിക്യൂളിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടാവും. ഇപ്പൊ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 2 ബോണ്ട് പെയർസ് വരുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. AB2 ടൈപ്പ് മോളിക്യൂൾ ജോമെട്രി എന്താണ്? ലീനിയർ ജോമെട്രി. ബോണ്ട് ആംഗിൾ ഈസ് 180 ഡിഗ്രി. എക്സാമ്പിൾസ് ബെറിലിയം ഫ്ലോറൈഡ് BF2. ദെൻ 3 ബോണ്ട് പെയർസ് വരുന്നത് AB3 ടൈപ്പ് മോളിക്യൂൾ. ഷേപ്പ് ഈസ് ട്രയാഗണൽ പ്ലാനാർ. Bond angle is 120 degree and example BF3. Then 4 bond pairs വന്നാലോ? ഷേപ്പ് എന്തായിരുന്നു? ടെട്രാഹെഡ്രൽ ഷേപ്പ്. Bond angle is 109.5 degree. There is a non-planar structure. Example CH4. ടെട്രാഹെഡ്രൽ ജോമെട്രി വരുന്നതിന് എക്സാമ്പിൾ CH4 മീഥൈൻ മോളിക്യൂൾ ഈസ് എക്സാമ്പിൾ. സെൻട്രൽ ആറ്റത്തിന് 5 ബോണ്ട് പെയർസ് വരുന്നത് AB5 ടൈപ്പ്. ഷേപ്പ് ഈസ് ട്രയാഗണൽ ബൈ പിരമിഡ് and 2 type bond angle. 3 120 degree angle and 2 90 degree angle. 120 degree angles are called equatorial bonds and 90 degree angles are called axial bonds. Central ആറ്റത്തിന് ചുറ്റും 6 bond pairs വന്നാൽ ഷേപ്പ് എന്താണ്? ഒക്ടാഹെഡ്രൽ ജോമെട്രി and bond angle is 90 degree. Example S6. So that is the shape of molecules having only bond pairs. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് മോളിക്യൂൾ ഹാവിംഗ് ഓൺലി ബോണ്ട് പെയർസ്. ഇനി ബോണ്ട് പെയർസിന്റെ കൂടെ ലോൺ പെയർസും കൂടി വന്നാൽ ഉണ്ടാകുന്ന ഷേപ്പ്. മോളിക്യൂൾ ഹാവിംഗ് ബോണ്ട് പെയർസ് ആൻഡ് ലോൺ പെയർസ്. ഡിഫറെന്റ് പോസിബിലിറ്റീസ് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് AB2E ടൈപ്പ് മോളിക്യൂൾ. A is central atom, B is 2 bonded atoms and E represents lone pair. അപ്പോൾ ഇവിടെ എന്താണ്? സെൻട്രൽ ആറ്റത്തിലേക്ക് 2 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. 2 bond pair and 1 lone pair. അവിടെ ഉണ്ടാകാവുന്ന ഷേപ്പ് എന്താണ്? സെൻട്രൽ ആറ്റത്തിൽ ശരിക്കും എത്ര ഇലക്ട്രോൺ പെയർ ഉണ്ട്? ഇവിടെ ഷേപ്പ് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ പെയർ. ഇവിടെ സെൻട്രൽ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ പെയർ ഉണ്ട്? 2 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. ടോട്ടൽ 3 ഇലക്ട്രോൺ പെയർ ആണ്. ഇപ്പൊ 3 ഇലക്ട്രോൺ പെയർ വരുമ്പോൾ 3 ബോണ്ട് പെയർ ആണെങ്കിൽ ഷേപ്പ് എന്താ വരേണ്ടത്? ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി. അപ്പൊ നമ്മള് ഇവിടെ വരേണ്ടത് ട്രയാഗണൽ പ്ലാനാർ ജോമെട്രിയാണ്. പക്ഷെ അതിലൊന്ന് ലോൺ പെയർ ആണ്. അപ്പം 3 ബോണ്ട് പെയർസ് ആയിരുന്നെങ്കിൽ ഷേപ്പ് ട്രയാഗണൽ പ്ലാനാർ ആയിരുന്നേ. പക്ഷെ അതിലൊരു ലോൺ പെയർ വരുമ്പം റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഡിഫറെന്റ് ആണ്. 2 ടൈപ്പ് റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഇവിടെ വരും. ലോൺ പെയർ ബോണ്ട് പെയർ ആൻഡ് ബോണ്ട് പെയർ റിപ്പൾഷൻ. ഇവിടെ 2 ടൈപ്പ് റിപ്പൾസീവ് ഇന്ററാക്ഷൻ വരാം. ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ. ഒരു ലോൺ പെയർ ഉള്ളൂ. അപ്പൊ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിൽ റിപ്പൾഷൻ വരും. അതിനാണ് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ. ദെൻ ബോണ്ട് പെയർ. അതിന്റെ റിസൾട്ട് എന്താ വരിക? ഡിഫറെന്റ് റിപ്പൾസീവ് ഇന്ററാക്ഷൻ വരുമ്പോൾ ഏറ്റവും റിപ്പൾഷൻ കൂടുതലുള്ളത് ലോൺ പെയർ ആണ്. അപ്പൊ അത് ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസിൽ വരും. ദെൻ ദാറ്റ് റിസൾട്ട്സ് ക്ലോസിംഗ് ഓഫ് ബോണ്ട് പെയർസ്. ഒരു ലോൺ പെയർ വരുമ്പോൾ ലോൺ പെയർ ഏറ്റവും അകലത്തിൽ വെക്കണം. അപ്പൊ അതിനനുസരിച്ച് എന്താണ്? ബോണ്ട് പെയർ കുറച്ചുകൂടി അടുത്ത് വരും. അപ്പൊ ഈ 3 ബോണ്ട് പെയർ ആയിരുന്നെങ്കിൽ 120 ഡിഗ്രി ആംഗിളിൽ ട്രയാഗണൽ പ്ലാനാർ ഷേപ്പ് വരേണ്ടതാണ്. പക്ഷെ ഒരു ലോൺ പെയർ വരുമ്പോൾ ലോൺ പെയർ ഏറ്റവും അകലത്തിൽ വരും. അങ്ങനെ ലോൺ പെയർ ഏറ്റവും അകലത്തിൽ വരുമ്പോൾ ബോണ്ട് പെയർ കുറച്ചുകൂടി ക്ലോസ് ആവും. 120 ഡിഗ്രിയേക്കാൾ ആംഗിൾ കുറയും. ഇവിടെ നമ്മളെപ്പോഴും ബോണ്ട് ആംഗിൾ പറയുന്നത് ബോണ്ടഡ് ഇലക്ട്രോൺ പെയർസിനിടയിലുള്ള ആംഗിൾ ആണ്. ഇവിടെ സെൻട്രൽ ആറ്റത്തിൽ 2 ബോണ്ട് പെയർസേ ഉള്ളൂ. അപ്പോൾ ബോണ്ട് ആംഗിൾ റെഡ്യൂസസ് ഫ്രം 120 ഡിഗ്രി. 3 ഇലക്ട്രോൺ പെയർ വരുമ്പോൾ ട്രയാഗണൽ പ്ലാനാർ ഷേപ്പാണ് വരേണ്ടത്. ബട്ട് ദി ഷേപ്പ് ചേഞ്ചസ് ടു ബെൻഡ് ഷേപ്പ്. ഈ മോളിക്യൂളുള്ള ഷേപ്പ് ബെൻഡ് ഷേപ്പ്. എക്സാമ്പിൾ SO2, ഓസോൺ, ഇതിനെല്ലാം ബെൻഡ് ഷേപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു. ലോൺ പെയർ നമ്മൾ ഷേപ്പിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഓൺലി ബോണ്ട് പെയർസ്.
ബോണ്ട് പെയേഴ്സ് എങ്ങനെ അതിൻ്റെ ഇടയിലുള്ള ആംഗിളും ബോണ്ട് പെയർ എങ്ങനെ അറേഞ്ച് ചെയ്തെന്നുള്ളതാണ് ഷേപ്പ് പറയുക. സോ ഹിയർ ദി ഷേപ്പ് ഈസ് ബെൻഡ് ഷേപ്പ്. ഇനി എടുത്ത് നോക്കാം AB3E ടൈപ്പ് മോളിക്യൂൾ. 4 ഇലക്ട്രോൺ പെയർ വരുന്ന ടൈപ്പ് മോളിക്യൂളാണ് ഇത് രണ്ടും. അതിൽ AB3E 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ, അതാണ് AB3E എന്ന് പറയാം. ഇപ്പൊ സെൻട്രൽ ആറ്റത്തിലെ 4 ഇലക്ട്രോൺ പെയർ ആണുള്ളത്. 4 ഇലക്ട്രോൺ പെയർ വരുമ്പോൾ അത് ബോണ്ട് പെയർസ് ആണെങ്കിൽ എന്താ ഷേപ്പ് വരിക? ടെട്രാഹെഡ്രൽ ഷേപ്പ്. പക്ഷെ അതിലൊന്ന് ലോൺ പെയർ ആണ്. അപ്പൊ ഇവിടെയും ഈ 2 ടൈപ്പ് റിപ്പൾസീവ് ഇന്ററാക്ഷൻ വരും. ലോൺ പെയർ ബോണ്ട് പെയർ ആൻഡ് ബോണ്ട് പെയർ റിപ്പൾഷൻ. കൂടുതൽ മാഗ്നിറ്റ്യൂഡ് ഏതിനാണ്? ലോൺ പെയർ ബോണ്ട് പെയർ. സോ ലോൺ പെയർ ഈസ് പ്ലേസ്ഡ് അറ്റ് മാക്സിമം ഡിസ്റ്റൻസ്. Then that results closing of bond pairs. ഇവിടെ 3 ബോണ്ട് പെയർസ് ഉണ്ട്. ലോൺ പെയർ ഏറ്റവും അകലത്തിൽ വരുമ്പോൾ ഈ 3 ബോണ്ട് പെയർസ് കുറച്ചുകൂടി അടുത്ത് വരും. ആംഗിൾ റെഡ്യൂസസ് ഫ്രോം 109.5 ഡിഗ്രി. അത്രയും ആംഗിൾ ഇവിടെ ഉണ്ടാവില്ല, കാരണം ഒരു ലോൺ പെയർ വരുന്നതാണ്. അപ്പോൾ അതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? AB3E ടൈപ്പ് മോളിക്യൂളിനെ എയിലേക്ക് 3 B ആറ്റംസ് ലിങ്ക് ചെയ്യുന്നു. ഒരു ലോൺ പെയർ ഒരു പൊസിഷനിൽ ലോൺ പെയർ ഓക്യുപ്പൈ ചെയ്യും. അപ്പൊ ഇതിന്റെ ആംഗിള് 109.5 ഡിഗ്രിയാണ് ടെട്രാഹെഡ്രൽ ആംഗിൾ. പക്ഷെ അത്രയും ആംഗിൾ ഇവിടെ ഉണ്ടാവില്ല. ദാറ്റ് ഇസ് ലെസ് ദാൻ 109.5 ഡിഗ്രി. ഈച്ച് ഓഫ് ദീസ് ബോണ്ട് ആംഗിൾസ് ആർ ലെസ് ദാൻ 109.5 ഡിഗ്രി. ദാറ്റ് ഈസ് when the shape is called a trigonal pyramidal shape. ഈ ഷേപ്പിന് നമ്മൾ എന്ത് പറയും? ട്രയാഗണൽ പിരമിഡൽ ഷേപ്പ് എന്ന് പറയും. ഈ ഒരു പിരമിഡ് പോലെയാണ് AB3യുടെ ഷേപ്പ്. ട്രയാഗണൽ പിരമിഡ് ആണ്. ഇവിടെ ലോൺ പെയർ ബോണ്ട് പെയർസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് പറയുക. ഷേപ്പ് എന്താണ്? ട്രയാഗണൽ പിരമിഡൽ ജോമെട്രി. എക്സാമ്പിൾ ഈസ് NH3. നേരത്തെ നമ്മൾ പിരമിഡൽ ഷേപ്പ് പഠിച്ചതാണ് NH3. അപ്പോൾ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറുമുള്ള ഏത് മോളിക്യൂളിന്റെ ഷേപ്പ്? ട്രയാഗണൽ പിരമിഡാണ്. അതിന് അടുത്തത് AB2E2. ഒരു ലോൺ പെയർ കൂടി വന്നാൽ ഷേപ്പിൽ ഉണ്ടാവുന്ന ചേഞ്ച്. 4 ഇലക്ട്രോൺ പെയർ, അത് 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും. അപ്പൊ എന്താ ഷേപ്പ് വരിക? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ് 4 ഇലക്ട്രോൺ പെയർ വരുമ്പോൾ. പക്ഷെ അതിൽ 2 എണ്ണം ലോൺ പെയർ ആണ്. ഈ ടൈപ്പ് മോളിക്യൂളിൽ 3 ടൈപ്പ് റിപ്പൾസീവ് ഇന്ററാക്ഷൻ വരും. ലോൺ പെയർ ദെൻ അതിനാണ് ഏറ്റവും മാഗ്നിറ്റ്യൂഡ്. ദെൻ ലോൺ പെയർ ബോണ്ട് പെയർ. ഇനി ഏറ്റവും മാഗ്നിറ്റ്യൂഡ് കുറവ് ബോണ്ട് പെയർ ആണ്. 2 ലോൺ പെയർസ് വരുന്നുണ്ട്. ഈ 3 ടൈപ്പ് റിപ്പൾസീവ് ഇന്ററാക്ഷനും ഈ ടൈപ്പ് മോളിക്യൂൾസിൽ വരും. AB2E2 ടൈപ്പ് മോളിക്യൂളിൽ. അപ്പോൾ ലോൺ പെയർ ആണ് ഏറ്റവും റിപ്പൾഷൻ കൂടുതൽ. അത് ഏറ്റവും ഡിസ്റ്റൻസിൽ വരും. ദെൻ ലോൺ പെയറിൽ നിന്നും ഡിസ്റ്റൻസ് ഏറ്റവും അകലത്തിലായിരിക്കും ബോണ്ട് പെയർസ് വരിക. ദെൻ ബോണ്ട് പെയർസ് ആർ ക്ലോസിങ് ഈച്ച് അതർ. അതിന്റെ റിസൾട്ട് എന്താണ്? ലോൺ പെയറിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ബോണ്ട് പെയർ കൂടുതൽ അടുത്തടുത്ത് വരും. കാരണം റിപ്പൾഷൻ ഏറ്റവും കുറവ് ബോണ്ട് പെയർസിനിടയിലാണ്. So that results closing of bond pairs and angle reduces. Bond angle വീണ്ടും കുറയും. ഇവിടെ നമ്മൾ NH3 3 ബോണ്ട് പെയർ ഒരു ലോൺ പെയർ. NH3യുടെ ബോണ്ട് ആംഗിൾ ഏതാണ്ട് 107 ഡിഗ്രിയാണ്. 109.5 വരും ഒരു ലോൺ പെയർ വരുമ്പോൾ 107 ആവും. ഇപ്പൊ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും വരുമ്പോൾ ഷേപ്പ് ചേഞ്ചസ് ഫ്രം ഷേപ്പിൽ ഡിസ്റ്റോർഷൻ വരും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണെങ്കിലും ഷേപ്പ് ചേഞ്ചസ് ടു ബെൻഡ് ഷേപ്പ്. ഇവിടെ 2 ബോണ്ട് പെയർസേ ഉള്ളൂ. അപ്പോൾ മോളിക്യൂളിന്റെ ഷേപ്പ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. HOH. In H2O, the bond angle is 104.5 degree. അപ്പോൾ ബാക്കി വരുന്ന ഇവിടെ 2 ലോൺ പെയർസ് ഉണ്ട്. അതാണ് ഏറ്റവും അകലത്തിൽ വരിക. That results closing of bond pairs. Then ഇപ്പം 4 ഇലക്ട്രോൺ പെയറുകളുടെ പോസിബിലിറ്റി ആണിത്. ഇത് 3 ഇലക്ട്രോൺ പെയറിന്റെ പോസിബിലിറ്റി. ഇനി അടുത്തത് 5 ഇലക്ട്രോൺ പെയർ വരുന്ന മോളിക്യൂളിന്റെ ഷേപ്പ്. 2 ടൈപ്പ് പോസിബിലിറ്റീസ് ആണ്. AB4E ആൻഡ് AB3E2 ടൈപ്പ് മോളിക്യൂൾസ്. AB4E 4 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ. അങ്ങനെയാകുമ്പോൾ മോളിക്യൂളിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഒരു ലോൺ പെയർ വരുന്നു. അപ്പൊ 2 ടൈപ്പ് റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഉണ്ട്. ലോൺ പെയർ ബോണ്ട് പെയർ ആൻഡ് ബോണ്ട് പെയർ. ലോൺ പെയർ ഏറ്റവും അകലത്തിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ ഷേപ്പ് ട്രയാഗണൽ ബൈപിരമിഡ് ആണ്. പക്ഷെ അതിൽ ഒരു പൊസിഷനിൽ ലോൺ പെയർ വരും. അപ്പോൾ ലോൺ പെയർ ഒക്യുപ്പൈ ചെയ്യാനുള്ള ഡിഫറെന്റ് പോസിബിലിറ്റീസ് നോക്കിയാൽ ഒന്നെന്താണ്? ട്രയാഗണൽ ബൈപിരമിഡിന്റെ ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ പൊസിഷൻ ഞാൻ പറഞ്ഞു. ഒരു ലോൺ പെയർ ആണുള്ളത്. ലോൺ പെയർ എപ്പോഴും റിപ്പൾഷൻ കൂടുതലുള്ളതുകൊണ്ട് ആംഗിൾ കൂടുതലുള്ള പൊസിഷനിലാണ് ലോൺ പെയർ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇക്വറ്റോറിയൽ പൊസിഷനിൽ 120 ഡിഗ്രി ആംഗിൾ ഉണ്ട്. സോ ദി ലോൺ പെയർ ഈസ് പ്ലേസ്ഡ് അറ്റ് ഇക്വറ്റോറിയൽ പൊസിഷൻ. ലോൺ പെയർ ഇക്വറ്റോറിയൽ പൊസിഷനിൽ വന്നാലാണ് റിപ്പൾഷൻ കുറയുക.
So the equatorial position, lone pair equatorial position occupy ചെയ്താൽ ഷേപ്പ് എന്ത് വരും? മോളിക്യൂളിന്റെ ഷേപ്പ് നോക്കി equatorial arrangement ആണ് കറക്റ്റ് ആവുക. So the shape of the molecule is a seesaw shape. Example SO4 ആണ്, സൾഫർ ടെട്രാഫ്ലോറൈഡ്. SO4 സൾഫറിലേക്ക് 4 ഫ്ലൂറിനുള്ളതിൽ 2 ഫ്ലൂറിൻ ട്രയാങ്കിളിന്റെ കോർണേഴ്സിലേക്കും ഒരു പൊസിഷനിൽ ലോൺ പെയർ വരും. ബാക്കി 2 ബോണ്ട് ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും. ആക്സിയൽ പൊസിഷൻ, ഇക്വറ്റോറിയൽ പൊസിഷൻ. അപ്പൊ ഡിഫറെന്റ് പോസിബിലിറ്റീസിൽ ഇതാണ് കറക്റ്റ് ആവുക. കാരണം ഇവിടെ ലോൺ പെയർ എന്താണ്, ഇക്വറ്റോറിയൽ പൊസിഷൻ വരുമ്പോൾ 120 ഡിഗ്രി ആംഗിൾ സെപ്പറേഷൻ ഉണ്ട്, റിപ്പൽഷൻ കുറവാണ്. സോ ദി ഷേപ്പ് ഈസ് സീസോ. ഇതിന്റെ ബാക്കി ലോൺ പെയർ നമ്മൾ ഷേപ്പിൽ കൺസിഡർ ചെയ്യില്ല, ബാക്കിയുള്ള പാർട്ട് ഒരു സീസോയുടെ ഷേപ്പാണ് വരിക. എക്സാമ്പിൾ ഈസ് SO4, സൾഫർ ടെട്രാഫ്ലോറൈഡ്. അടുത്തത് നെക്സ്റ്റ് AB3E2 ടൈപ്പ് മോളിക്യൂൾ, 3 ബോണ്ട് പെയർ ആൻഡ് 2 ലോൺ പെയർ. അപ്പൊ മൊത്തം 5 ഇലക്ട്രോൺ പെയർ ആണ്, ട്രൈഗണൽ ബൈപിരമിഡ് ആണ് വരേണ്ടത്. പക്ഷെ 2 ലോൺ പെയർസ് ഉണ്ട്. ഇപ്പൊ 3 ടൈപ്പ് റിപ്പൽസീവ് ഇന്ററാക്ഷൻ വരും: ലോൺ പെയർ ലോൺ പെയർ, ലോൺ പെയർ ബോണ്ട് പെയർ ആൻഡ് ബോണ്ട് പെയർ റിപ്പൽഷൻ. സോ ദ ലോൺ പെയർസ് ഷുഡ് അറേഞ്ച് അറ്റ് മാക്സിമം ഡിസ്റ്റൻസ്. ഇവിടെയുള്ള പോസിബിലിറ്റി, ഡിഫറെന്റ് പോസിബിലിറ്റീസ് ആണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ ഏതായിരിക്കും കറക്റ്റ് വരിക? 2 ലോൺ പെയർസും മാക്സിമം ഡിസ്റ്റൻസിൽ വേണം. സോ ദേ ആർ അറേഞ്ച്ഡ് അറ്റ് ഇക്വറ്റോറിയൽ പൊസിഷൻസ്. 2 ലോൺ പെയർസും ഇക്വറ്റോറിയൽ പൊസിഷനിൽ അറേഞ്ച്. ബോത്ത് ലോൺ പെയർസ് ആർ അറേഞ്ച്ഡ് അറ്റ് ഇക്വറ്റോറിയൽ പൊസിഷൻ. അപ്പൊ ഷേപ്പ് എന്ത് വരും? ലോൺ പെയർസ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഷേപ്പ് നമ്മൾ പറയും ടി ഷേപ്പ് എന്ന് പറയും. ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ ഇസ് എ ടി ഷേപ്പ്. അതിനെങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ടി ഷേപ്പ് ClF3 എക്സാമ്പിൾ. ക്ലോറിനിലേക്ക് 3 ഫ്ലൂറിൻ, 2 ഇക്വറ്റോറിയൽ പൊസിഷനിൽ ലോൺ പെയർസ് ഓക്യുപ്പൈ ചെയ്യും. ഒരു ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഫ്ലൂറിൻ വരും, 2 ആക്സിയൽ പൊസിഷനിൽ ഫ്ലൂറിൻ വരും. അപ്പൊ ഇതങ്ങ് ഒഴിവാക്കിയാൽ ബാക്കി എന്താണ്? ടി, ക്യാപിറ്റൽ ടി പോലെയുള്ള ഒരു ഷേപ്പ് ആണ് വരിക. സോ ദി ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ ഈസ് ടി ഷേപ്പ്. That is AB3E2 type molecule. ഇനി അടുത്തത് 6 ഇലക്ട്രോൺ പെയർ വരുന്ന മോളിക്യൂൾസിലുള്ള പോസിബിലിറ്റി AB5E, 5 ബോണ്ട് പെയറും 1 ലോൺ പെയറും. അങ്ങനെയാകുമ്പോൾ 6 ഇലക്ട്രോൺ പെയർ ഒരു ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണ് വരേണ്ടത്. പക്ഷെ അതിൽ 1 ലോൺ പെയർ ആണ്. അപ്പൊ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ട്, ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ട്. അപ്പൊ അതിനുള്ള പോസിബിലിറ്റി എന്താണ്? ഇവിടെ എല്ലാ ആംഗിളും 90 ഡിഗ്രിയാണ് ഒക്ടാഹെഡ്രലിന്റെ. So the lone pair is arranged at one of the axial position. So the lone pair is arranged at axial position. Then what is the remaining geometry of molecule? Okay, bond pair, lone pair axial position arrange ചെയ്തു കഴിഞ്ഞാൽ സെൻട്രലിൽ സ്ക്വയർ ഉണ്ട്, അതുപോലെ ഒരു ആക്സിയൽ പൊസിഷനിലും ബോണ്ട് പെയർ വരുന്നു. അപ്പോൾ ഷേപ്പ് എന്താണ്? സ്ക്വയർ പിരമിഡൽ ജോമെട്രി. ഒരു പിരമിഡൽ പൊസിഷനിൽ ലോൺ പെയർ വരുന്നു, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ പിരമിഡൽ ജോമെട്രിയാണ് ഇതിന് വരിക. BRF5. എക്സാമ്പിൾ ഇസ് BRF5 ആൻഡ് ഷേപ്പ് ഇസ് സ്ക്വയർ പിരമിഡൽ ജോമെട്രി. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. 4 ഫ്ലൂറിൻ ആറ്റംസും ബ്രോമിനും ഒരു സ്ക്വയർ പ്ലാനാർ ഷേപ്പ് വരും. ഇതിലേതെങ്കിലും ഒരു പൊസിഷനിൽ ഫ്ലൂറിൻ ഓക്യുപ്പൈ ചെയ്യും. ഇതാണ് സ്ക്വയർ പിരമിഡൽ ജോമെട്രി. ബാക്കിയുള്ള ഒരു പൊസിഷനിൽ എന്താണ്? ലോൺ പെയർ ഓക്യുപ്പൈ ചെയ്യുന്നു. ഇനി AB4E2, 6 ഇലക്ട്രോൺ പെയറിൽ 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും. അപ്പൊ 3 ടൈപ്പ് റിപ്പൽഷനും ഉണ്ട്: ലോൺ പെയർ ബോണ്ട് പെയർ ആൻഡ് ബോണ്ട് പെയർ റിപ്പൽഷൻ. ഇപ്പൊ റിപ്പൽഷൻ കുറയ്ക്കണമെങ്കിൽ ലോൺ പെയർ 2 ആക്സിയൽ പൊസിഷനിൽ മുകളിലേക്കും താഴേക്കും ലോൺ പെയർ ഓക്യുപ്പൈ ചെയ്യും. അപ്പൊ ഷേപ്പ് എന്ത് വരും? സ്ക്വയർ പ്ലാനാർ ജോമെട്രി വരും. Square planar geometry. Example, xenon tetrafluoride. That is the shape of molecule with the bond pairs and lone pairs. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. DSCPR theory used to predict shape or geometry of molecules. So molecules having only bond pairs have perfect geometry, and molecule with the lone pair can have a distorted geometries or shape. There is change in shape. And depending on the number of lone pairs, the distortion increases. Distortion changes.
ഓക്കെ, VSEPR തിയറി, അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ നന്നായി പഠിക്കുക. ഓരോ കേസിലും വരാവുന്ന ഷേപ്പ് എന്തൊക്കെയാണ്, അതിന് എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെക്കുക.